സിവിൽ സർവീസ് എക്സാമിനെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻഡ് ആയിരിക്കുക എന്ന് പറയുന്നത്. കാര്യം നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിരന്തരമായിട്ടുള്ള പ്രയത്നങ്ങൾ അനിവാര്യമാണ്. ദിവസേന മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മോട്ടിവേറ്റഡ് അല്ലാത്ത സമയങ്ങളിൽ കൂടി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ചെറിയ ചെറിയ പ്രയത്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ളവർ മാത്രമായിരിക്കും ഈ ലക്ഷ്യം നിറവേറ്റുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് 100 കാരണങ്ങൾ കാണും ഇന്ന് മടിപിടിച്ചിരിക്കാൻ വേണ്ടി. അതേസമയം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾ ഈ പറഞ്ഞ ഫാക്ടറീസുകളെല്ലാം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള മനോവീര്യം അദ്ദേഹത്തിന് കാണും. വലിയ അങ്ങനെയുള്ളവർ മാത്രമായിരിക്കും ഈ ലക്ഷ്യം നിറവേറ്റുന്നത്. ഇപ്പൊ പരീക്ഷയുടെ കേസ് പറയുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ 10 മണിക്കൂർ പഠിക്കും, നാളെ നിങ്ങൾ 4 മണിക്കൂർ, മറ്റേന്ന് 3 മണിക്കൂർ, അത് കഴിഞ്ഞ ദിവസം 2 മണിക്കൂർ. ഇങ്ങനെ പഠിച്ചുകൊണ്ട് എന്താ കാര്യം? നമ്മൾ ഈ പറഞ്ഞ കണക്കിന് ഇന്ന് നമ്മൾ 6 മണിക്കൂർ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ നാളെ 6 മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, കൺസിസ്റ്റൻസി വിൻസ് ഓവർ ടാലന്റ് ബട്ട് ഡിസിപ്ലിൻ വിൻസ് ഓവർ എക്സ്ക്യൂസസ്. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ആവറേജ് ആയിട്ടുള്ള ഒരു പേഴ്സണെയും ബ്രില്യൻ്റ് ആക്കാൻ ഡിസിപ്ലിൻ മാത്രം മതി.